അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിരിക്കണില്ലേ? അപ്പം അന്ന് നമ്മൾ കുറച്ച് ഇന്നത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നീച്ച് ചായ കുടിച്ചിട്ടോ. നമ്മൾ നീച്ചുമ്പോഴത്തേനും ഉമ്മ ചായയും കടിയൊക്കെ ആക്കിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ രാവിലെ അതൊക്കെ നീച്ച് കുടിച്ച് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കും. അപ്പം ഇന്നത്തെ കുറച്ചൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നീക്കാനൊക്കെ കുറേ നേരമായിട്ടോ നീച്ചിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ ചായ കുടിച്ചു, ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഉമ്മ നേരത്തെ നീക്കൂട്ടോ. ഉമ്മ നേരത്തെ നീച്ച് ചായയും കടിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കും. ചോറും കറിയൊക്കെ നേരത്തെ ആവട്ടോ ഇവിടെ. ബാക്കി ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനത്തെ പണികളൊക്കെയാണ് ഞാനൊക്കെ ചെയ്യൽ. അപ്പോൾ നമുക്ക് ഇവിടെ മുളകും തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ കുഴിച്ചിട്ടാവുന്നല്ലോ കേട്ടോ. അത് തന്നെത്താലെ മുളച്ചതാണ്. അവിടേക്ക് മുളക് എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ അങ്ങനെ മുളച്ചെന്നതായിരിക്കും. ഒരുപാട് തൈയുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലപോലെ കുഴിച്ചിട്ടാലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അടക്കാപ്പഴത്തിൻ്റെ തൈയാണ്. നമ്മൾ നിറയെ അടക്കാപ്പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൗത്ത ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തുനിന്നൊക്കെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ നമ്മൾ ആദ്യട്ടി ഇവിടെ നല്ല ടി വി ആണല്ലോ കേട്ടോ. പഴയതൊരു സിനിമയാണ്. ആളിരുന്ന് രാവിലെ തന്നെ ടി വിയാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ ഉമ്മയാണ് ചെയ്യില്ലെങ്കിലും ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കുക്ക് ചെയ്യുക, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെണ്ടയ്ക്കൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പേരിക്ക്. പിന്നെ അതുപോലെ മത്തനാട്ടോ ഒന്ന് കറി വെച്ചിരുന്നത്. നമ്മൾ ആദ്യട്ടി മീൻ കൂട്ടാത്തത് കൊണ്ട് നമുക്ക് മീനുണ്ടെങ്കിലും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു. ഞാൻ വന്നപ്പോഴത്തേനും ഉമ്മ ഉപ്പേരിയും കറിയൊക്കെ ആക്കി. ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെയാണ് കടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റത് വൈകുന്നേരം കേട്ടോ. ഭയങ്കര ക്ഷീണമായി. അപ്പം ഇനി നമ്മളെ ചെടികൾക്കൊക്കെ നനച്ചെടുക്കട്ടെ കേട്ടോ. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചെടുക്കാം. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടു. ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ കാര്യമായിട്ട് നനച്ചു കൊടുക്കലൊന്നുമില്ല. എനിക്ക് ഒഴിവിട്ടതിനനുസരിച്ച് അങ്ങനെ നനച്ചു കൊടുക്കും. നമ്മളിവിടെ അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. എൻ്റെ ഫോണ് വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല പച്ചപ്പാട്ടോ അവിടെയൊക്കെ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ രാവിലത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് വൈകുന്നേരത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈകുന്നേരം നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ആദൂനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എണ്ണക്കടികളൊക്കെ. നമ്മളിപ്പോൾ ചൂട് കാരണം അങ്ങനെ ഉണ്ടാക്കലില്ല. കടലമാവ് കായത്തിൻ്റെ പൗഡറാണ്. അപ്പോൾ മാഷാഅല്ലാ അന്ന് നമ്മളെ മുട്ട ബജ്ജി നന്നായിട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ശരിയായി കിട്ടലില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കി നോക്കലുണ്ട്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ശരിയായി കിട്ടലില്ല. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട്.